രഞ്ജിത്ത്, നമുക്ക് വ്യക്തിത്വവും ദൈവബോധത്തെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഞാനെന്ന ബോധം അതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. പക്ഷേ ഈ ഞാനെന്ന ചിന്ത എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അത് നമ്മുടെ മനസ്സിൽ നിന്നാണെന്ന് നമുക്കറിയാം. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമ്മെ തന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യക്തിത്വം, അതായത് പേഴ്സണാലിറ്റി, മനസ്സിൻ്റെ പ്രവർത്തന ഫലമാണ്. മനസ്സ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നു. പക്ഷെ ഒരു നാൾ നാം മനസ്സിനെ നിയന്ത്രിക്കാനും അതിനപ്പുറം നിൽക്കാനും പഠിച്ചാൽ നമുക്ക് ഉന്നതമായ ആത്മബോധം ലഭിക്കുന്നു. നമ്മുടെ വ്യക്തിഗത മനസ്സ് ഒരു വലിയ യൂണിവേഴ്സൽ മൈൻഡിൻ്റെ ഭാഗമാണ്. അതായത് സർവ്വവ്യാപിയായി നിൽക്കുന്നൊരു മനസ്സിൻ്റെ, ഒരു സൂപ്പർ കോൺഷ്യസ്നെസ്സിൻ്റെ എന്ന് പറയാം. അതുകൊണ്ട് എല്ലാ ജീവികളിലും ഞാൻ എന്ന ബോധം സ്വാഭാവികമായി ഉണ്ടാകുന്നു. പക്ഷേ ഉയർന്ന ആത്മീയ നിലയിലെത്തുമ്പോൾ, അതായത് അർഹത്തിക് യോഗ പോലെ പഠിച്ച് പരിശീലിക്കുമ്പോൾ, ധ്യാനങ്ങളൊക്കെ പരിശീലിക്കുമ്പോൾ, പ്രത്യേകിച്ച് അച്ചീവിങ് വൺനെസ് വിത്ത് ഹയർ സോൾ, മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശീലിക്കുമ്പോൾ ഞാനെന്ന ബോധം സ്വാഭാവികമായി ഉണ്ടാകുന്നതിൽ നിന്ന് ഉയർന്ന ആത്മീയ തലത്തിലേക്ക് നാം എത്തുന്നു. ഞാനെന്ന ബോധം അപ്പോൾ മറഞ്ഞു പോകുന്നു. ഞാൻ എന്ന ഒരു ഭാവം, ഞാൻ എന്ന ഒരു ചിന്തയിലല്ല പിന്നെ നാം ഉണ്ടായിരിക്കുന്നത്. ദൈവം തന്നെ എല്ലാത്തിനെയും മനസ്സിലാക്കുന്ന, എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് ആണെന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിൽ മണമോ നിറമോ രൂപമോ ഇല്ലാത്ത ഒരു സൂപ്പർ കോൺഷ്യസ്നെസ്സാണ് ദൈവമെന്ന് നമുക്ക് അറിയാം. അതിൻ്റെ തന്നെ സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും എല്ലാം ഈ സർവേശ്വരനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് സാധാരണ ചിന്തകളെ പോലെയല്ല ഈ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിനൊരു അഹം ബോധമല്ല, അഹം ബ്രഹ്മമായ ബോധമാണ്. ദൈവത്തിൻ്റെ ബോധം അത്ര ഉയർന്നതാണ്. അത് മനസ്സിലാക്കുന്നത് മനുഷ്യന് അസാധ്യമാണ്. കാരണം നമുക്ക് നമ്മുടെ നമ്മെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പരിശീലനങ്ങളിൽ കൂടെ മനസ്സിലാവുമ്പോൾ, ഒരു പുഴുവിന് മനുഷ്യൻ്റെ ബുദ്ധി എത്ര അകലെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് ആ സൂപ്പർ കോൺഷ്യസ്നെസ്, ആ സർവേശ്വരൻ്റെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിത്വം, ആ പവറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ധ്യാന രീതികൾ പരിശീലിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മഹാത്മാ ചവാക്കോക്സി തയ്യാറാക്കിയിട്ടുള്ള മാ ഷാർനെറ്റിനാൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ധ്യാന സമ്പ്രദായങ്ങളുണ്ട്. നീലമുത്ത് ധ്യാനം, അതുപോലെ തന്നെ കുണ്ടലിനി യോഗ, പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ആൻഡ് അർഹത്തിക് ധ്യാനയോഗ, അങ്ങനെയുള്ള കുറേ ധ്യാനങ്ങൾ ചിട്ടയായിട്ട് പടിപടിയായി ഉയർന്നു വരുന്തോറും പഠിക്കാവുന്ന പല ധ്യാന തത്വങ്ങളുണ്ട്. ഈ അർഹത്തിക് യോഗയിൽ തന്നെ പല ലെവലുകളുണ്ട്. അതിലൊക്കെ ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായ ധ്യാനങ്ങളാണ് പഠിക്കാനുള്ളത്. ലെവൽ 2 കഴിഞ്ഞാൽ ലെവൽ 3, ലെവൽ 3.1 ആൻഡ് 3.2, ദെൻ 3.4, 3.4, അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള പരിശീലനമാണ്. അവിടെയൊക്കെ എത്തുമ്പോഴേക്കൊക്കെ നമ്മുടെ ആത്മബോധം സർവേശ്വരനുമായി തന്നെ നമുക്ക് ഞാനെന്ന ബോധം തീരെയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഈ നമ്മുടെ മനസ്സിനെ അറിയുക, നമ്മുടെ വ്യക്തിത്വത്തെ നാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നു. ഒരു വേറൊരു വ്യക്തിഗത ബോധത്തിലേക്ക് നാം മാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ നാം എങ്ങനെ ആയി മാറുമെന്നുള്ളതാണ്. നാം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. നമ്മുടെ ഞാനെന്ന ഭാവമല്ല, ഞാനെന്ന സ്വരൂപം, ഞാനെന്നത് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കാൻ എല്ലാതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊരു ആത്മബോധത്തിലേക്ക് നാം എത്തുന്നു. അതൊരു ദൈവബോധത്തിലേക്ക് ലയിക്കുന്നു.
അപ്പോൾ നമുക്ക് ലോകം മുഴുവനും നമ്മുടെ ഇതാണ്, നമ്മുടെ നാമായി മെർജ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നാം മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടെ പ്രവർത്തിക്കാനുള്ളൊരു ബോധം നമുക്ക് തെളിയുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ വ്യക്തിത്വം നമ്മിൽ നിന്ന് ഞാനെന്ന ബോധം മാറി അതിനുമപ്പുറം ഒരു ദൈവബോധം നിലകൊള്ളുന്നു എന്ന് അറിയിക്കാനാണ്. ആ വ്യക്തിത്വത്തെ തിരിച്ചറിയുകയും അത് സമൂഹത്തിനും ദൈവത്തിനുമായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നു. അത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു മികച്ച ഒരു പടിയിലേക്ക് നാം കയറുന്നു എന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ, ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് ഉയരേണ്ട പടികളെ നാം കാണും എന്ന് തന്നെയാണ് ഒരു ആത്മബോധത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ചിട്ടയായിട്ടുള്ള കൃത്യമായ ധ്യാന പരിശീലനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് ലോകനന്മയ്ക്ക് വേണ്ടി ഗുണപരമായി നമ്മുടെ ശക്തിയെ നമ്മിൽ ഉണർന്ന ബോധതലം കൊണ്ട് ഈശ്വരീയമായ ബോധവുമായിട്ട് മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിമഹത്തായ ശക്തി നമുക്ക് ലോകനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള മനസ്സുണ്ടാവും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂർ. നമസ്തേ.